ഇന്ന് നമുക്ക് ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു തരാൻ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കമ്പനിയുടെ എല്ലാമായ മാനേജിംഗ് പാർട്ട്ണറായ ഷിബു സാറാണ്. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു, വർഷങ്ങൾ പ്രവാസ ലോകത്തായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പാഷൻ അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ ഒരുമിച്ചുള്ള ഒരു തീരുമാനം, അതാണ് വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഷിബു സാർ നമ്മളോട് പറയുന്നതായിരിക്കും. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് വെൽക്കം ഷിബു സാർ ഓൺ സ്ക്രീൻ. താങ്ക് യു മതി സാറേ. എല്ലാവർക്കും നമസ്കാരം. സന്തോഷം, മറ്റൊരു ദിവസം കൂടി നേരിട്ട് കാണുവാനായിട്ട് ദൈവം അനുവദിച്ചു. ഒരിക്കൽ കൂടി ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒരറിവും ചെറുതല്ല എന്ന് ഒരു പഴഞ്ചൊല്ലും ഒരു ആപ്തവാക്യമൊക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു അറിവ് ഒരാളിലേക്കെങ്കിലും പകരുവാൻ സാധിച്ചാൽ അത് ഏറ്റവും നല്ല ഒരു കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശമൊക്കെ കഴിയാറായി. എന്നാൽ മിഡിൽ ഈസ്റ്റിലൊക്കെ അത് ആയിട്ടില്ല. എങ്കിലും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തെ പ്രവൃത്തി കാര്യങ്ങളൊക്കെ കഴിയാറായി. അപ്പോൾ നമ്മൾ വിശ്രമത്തിലേക്കൊക്കെ പോകുന്ന സമയമാണ്. ഒരല്പസമയം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ എന്താണ് ഈ ഒരു അവസരം എന്ന് അറിയുവാനും എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് എനിക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്നറിയുവാനും നല്ല കാര്യമല്ലേ. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ പേര് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ഷിബു എബ്രഹാം, കോട്ടയം സ്വദേശിയാണ്. കുറച്ച് നാളുകളായി ഗൾഫിലായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. ഇന്ന് ഫുൾ ടൈം ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്നു. ഒത്തിരിയേറെ ആളുകളോട് സംസാരിക്കുന്നു, ഒത്തിരിയേറെ ആളുകളെ കാണുന്നു, ഒത്തിരിയേറെ ആളുകളുമായിട്ട് ബിസിനസ് ചെയ്യുന്നു. ഒരു പറ്റം ആളുകളെ ചില നല്ല കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നു. അതാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. അപ്പം നമുക്ക് എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് ഡയറക്റ്റ് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ എൻ്റെ സ്ക്രീന് നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. കാണാമല്ലോ അല്ലേ? വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു കമ്പനിയെ വളരെ സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഈ ഒരു കമ്പനിയെ പറ്റി പറഞ്ഞാൽ, സമാന രീതിയിൽ ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ അവരുടെ ചിന്തയിൽ നിന്നും ഇങ്ങനെ ഒരു കമ്പനി രൂപം കൊള്ളുകയാണ് ഉണ്ടായത്. അതായത് ജനങ്ങളിൽ നിന്ന് തുടങ്ങിയ ഒരു കമ്പനി, ജനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു കമ്പനി എന്ന് പറയാം. കൂടെ നിൽക്കുന്നവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സ്വയം ശാക്തീകരണവും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊക്കെ ആയിരുന്നു അവർ സ്വപ്നം കണ്ടിരുന്നത്. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഏറ്റവും പുതിയ ആശയങ്ങളിലൂടെ സഹകരിച്ച്, ആ സഹകരണ മനോഭാവത്തോടെ, സമഗ്രതയോടെ എന്ന് വേണമെങ്കിൽ പറയാം, ജീവിത വിജയത്തിന്റെ വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു കമ്പനിയാണ് വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി. നമുക്ക് നോക്കാം എന്താണ് ഈ കമ്പനിയുടെ വിഷനും മിഷനും ഒക്കെ. ഏറ്റവും പുതിയതും കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായ ഐഡിയകൾ അവതരിപ്പിച്ച് സ്വയം ശക്തിപ്പെടുത്തി അടിമുടി ഒരു സമൂലമായ മാറ്റം വരുത്തുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവസരങ്ങൾ നൽകുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനി ആവുക എന്നതാണ് നമ്മൾ വിഷനായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ മിഷനിലേക്ക് നമ്മൾ നോക്കിയാൽ ഏതൊരു സാധാരണക്കാരനും ഒരു നല്ല ജീവിതം സ്വപ്നം കാണുന്നവർ അല്ലെ, സ്വപ്നം കാണുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് മുടങ്ങുന്നില്ലല്ലോ. എന്നാൽ ഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും സ്വപ്നമായി തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്.
എന്നാൽ ഇങ്ങനെയുള്ളവരെല്ലാം കൂടെ ചേർത്ത് നിർത്തി അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ അവരുടെ ജാതിയോ അവരുടെ മതമോ അവരുടെ പ്രായമോ ഇതൊന്നും നോക്കാതെ അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് നടത്തി കൊടുക്കുക എന്നതാണ് നമ്മൾ ദൗത്യമായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയാം. അതിന് ബിസിനസ് ചെയ്ത പരിചയമോ അല്ലെങ്കിൽ പശ്ചാത്തലമോ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇതൊന്നും പരിഗണിക്കാതെ, അതായത് നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഒരു വീട്ടമ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ളവരെല്ലാം സ്വയം സംരംഭകരായി മാറ്റുക, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മൾ ദൗത്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനായിട്ട് ട്രഡീഷണൽ ബിസിനസ്സും അതുപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും വിവിധ തരത്തിലുള്ള പ്രൊജക്റ്റുകൾ, ഇങ്ങനെ നൂതനമായ പല ആശയങ്ങളും ഒരുമിപ്പിച്ച് ചേർത്ത്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പരസ്പരം സഹായിച്ച് ടെൻഷൻ ഇല്ലാതെ സഹകരിച്ച് വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ ഒരു ബിസിനസ്. അപ്പം ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലെ നിയമപ്രകാരം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെതായ ആ രീതിയിലാണ് പോകുന്നത്. അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് ആണ് നിങ്ങൾ ഇവിടെ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. MOEയും അല്ലെങ്കിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ GST, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, നമ്മൾ 2024 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിലാണ്. എങ്കിലും വേൾഡ് വൈഡായിട്ട് നമ്മുടെ ഓപ്പറേഷൻസ് നമുക്കിവിടെ ഉണ്ട്. ഇതൊരു കൊമേഴ്സ് കമ്പനിയാണ്, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്, പ്രോജക്റ്റുകൾ നമുക്കുണ്ട്, ഫ്രാഞ്ചൈസീസ് ഉണ്ട്, മൾട്ടി വെൻഡർ കമ്പനിയാണ്. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വിശ്വസ്ത മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി. നമ്മൾ നോക്കാം എങ്ങനെയാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. സാധാരണ ഏതൊരു കമ്പനിയിലെ പോലെയും 2-3 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ രജിസ്ട്രേഷൻ ഉണ്ട്, ആക്ടിവേഷൻ ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് 1 രൂപ പോലും കൊടുക്കേണ്ട എന്നുള്ളത് വലിയൊരു കാര്യമാണ്. 1 രൂപ പോലും കൊടുക്കാണ്ട് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ള യൂസ്ഫുൾ ആയ പ്രോഡക്റ്റുകൾ മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആക്ടിവേഷനിലേക്ക് പോകാം. പിന്നെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് താല്പര്യമുള്ളവരൊക്കെ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ അവതരിപ്പിക്കുന്നത്. ഒന്ന് എൻട്രി പ്ലാൻ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ജസ്റ്റ് എൻട്രി ചെയ്യുന്നു, അതൊരു ഫ്രീ എൻട്രി ആണ്. രണ്ടാമതായിട്ടുള്ള പ്രിവിലേജ് ഇൻകം പ്ലാൻ, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ, എൻട്രി പ്ലാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്നു, 1 രൂപ പോലും കൊടുക്കുന്നില്ല, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നു, ഇമെയിൽ ID, അല്ലെങ്കിൽ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. നിങ്ങൾ ആ ബിസിനസ്സിൽ ഇൻ ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബിസിനസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, പ്രിവിലേജ് ഇൻകം പ്ലാൻ എന്ന ഈ ഒരു പ്ലാനിലേക്ക് നിങ്ങൾ വരണം. ആ പ്ലാനിൽ 2 രീതിയിലാണെങ്കിൽ 2 പാക്കേജുകളാണെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ബേസിക് പാക്കേജും ഒന്ന് പ്രീമിയം പാക്കേജും. ഒന്ന് ഒഴിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ് ബേസിക് പാക്കേജ്. 1000 അതിൽ കൂടുതലോ എമൗണ്ട് കൊടുത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നു. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വന്നാൽ 1000, 1200 ആ റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ അതിൽ നമ്മൾ ബേസിക് പാക്കേജ് എന്ന് പറയുന്നു. എന്നാൽ അത് മാറി 10,000 അല്ലെങ്കിൽ 12,000 അങ്ങനെയുള്ള റേഞ്ചിലേക്ക് വരുമ്പോൾ അതിന് നമ്മൾ പ്രീമിയം പാക്കേജ് എന്ന് പറയുന്നു. അങ്ങനെ 2 തരത്തിലുള്ള പാക്കേജുകളാണ് നമുക്കുള്ളത്. നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഈ പാക്കേജുകളെന്ന്. പ്രീമിയം പാക്കേജിലേക്ക് ഇതുപോലുള്ള 4 പ്രോഡക്റ്റുകളാണ് വരുന്നത്. ഒന്ന് ഈ ഒരു വാച്ച്, 2 ബാഗുകൾ അവിടെ കാണുന്നുണ്ട്, പിന്നെ നമുക്കൊരു വെക്കേഷൻ പാക്കേജുണ്ട്. എന്നാൽ അത് ബേസിക് പാക്കേജിലേക്ക് വരുമ്പോൾ മെഹഫിഷ് എന്ന ബ്രാൻഡിൽ ഒരു പെർഫ്യൂമാണ് നമുക്ക് വരുന്നത്. ഏകദേശം 1299 രൂപയാണ് ഇതിൻ്റെ MRP. എന്നാൽ നമുക്കിത് 1200 രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1200 രൂപ കൊടുക്കുന്നു, നിങ്ങൾ ആ പെർഫ്യൂം നമ്മൾ വാങ്ങുന്നു, അല്ലേ? സാധാരണ നമ്മൾ ഗൾഫിലുള്ളവരെ ആശ്രയിച്ചാണ് നമ്മൾ നല്ല പെർഫ്യൂമിനൊക്കെ ഇത്രയും കാലം. ഇന്നിപ്പോൾ നാട്ടിലില്ല എങ്കിലും കൂടുതലും നമ്മൾ ഗൾഫിൽ നിന്നുള്ളവരെ പ്രതീക്ഷയാണ് നമ്മൾ പെർഫ്യൂം കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു പെർഫ്യൂം നമുക്ക് കിട്ടും. മെഹ്വിഷ് എന്ന ബ്രാൻഡിൽ ഒരു നല്ല പെർഫ്യൂം ഞങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പെർഫ്യൂമാണ്. ഏകദേശം 8 മണിക്കൂറുകളൊക്കെ സുഖമായിട്ട് നിൽക്കുക. 8ഒന്നുമല്ല, പിറ്റേ ദിവസം വരെയൊക്കെ നിൽക്കും. അത് നല്ല സ്മെല്ലുള്ള ഒരു പെർഫ്യൂം നമുക്ക് അതിനകത്ത് കിട്ടും. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ 1200 രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ബേസിക് പാക്കേജിൻ്റെ ഒരു മെമ്പറായി നിങ്ങൾ മാറും. ഇനി രണ്ടാമത് പ്രീമിയം പാക്കേജിലേക്ക് വരുമ്പോൾ, അല്ലെ പ്രിവിലേജ് പാക്കേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു വാച്ച് വാങ്ങിക്കാം. അതിന് 12,000 രൂപയാണ് വില. DQ എന്ന ബ്രാൻഡിൽ
ഉള്ളൊരു വാച്ചാണത്. ഒന്നുകിൽ 12,000 രൂപയാണ് ആ വാച്ചിൻ്റെ വില. അത് നമുക്ക് 10,000 രൂപയ്ക്കാണ് വിശ്വസ്തയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോളിഡേ പാക്കേജ് എടുക്കാം. ഇന്ന് നമ്മൾ വാഗമണ്ണിൽ ഏകദേശം 12,000 രൂപ വിലയുള്ള ഒരു വാഗമണ്ണിൽ ഒരു ഹോളിഡേ പാക്കേജ് നമുക്ക് ലഭിക്കുന്നു. 2 പേർക്ക് 2 ദിവസം അവിടെ സുഖമായിട്ട് ഒരു റിസോർട്ടിൽ താമസിക്കാനുള്ളൊരു ഇതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ മുഴുവൻ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോകാം. ഒരു ദിവസം നിങ്ങൾക്ക് അവിടെ നിൽക്കാം. ഒരു നല്ല ഒരു റിസോർട്ട്, ഒരു സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഹോട്ടൽ എന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹൈജീനിക്കായ വളരെ ലക്ഷറീസ് ആയ ഒരു റിസോർട്ട് നമുക്ക് അവിടെ ഉണ്ട്. ബി ഹോളിഡേയ്സ് എന്ന് പേരിട്ടിരിക്കുന്ന പാക്കേജ് നമുക്ക് എടുക്കാം. 12,000 രൂപയാണ് ശരിക്കും അതിൻ്റെ വില. പക്ഷേ നമുക്ക് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ 10,000 രൂപയ്ക്ക് നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്കൊരു ലേഡീസിൻ്റെ വാനിറ്റി ബാഗ്, ഒരു ജെനുവൻ ലെതറാണിത്. 15,000 രൂപ വിലയുള്ള ആ ഒരു ബാഗ് നമുക്ക് 12,000 രൂപയ്ക്ക് ഈ ഒരു സൈറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതും വേണ്ടേ, നിങ്ങൾക്കത് ഒരു ലാപ്ടോപ്പിൻ്റെ ബാഗ് ഉണ്ട്, അതും ജെനുവൻ ലെതറാണ്, 12,000 രൂപയ്ക്ക് നിങ്ങൾക്ക്. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ ഒരു പാക്കേജിൽ നമ്മൾ ഇന്നാകുകയും ചെയ്യും. അങ്ങനെ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അല്ല നിങ്ങൾ നടത്തുന്നത്, ഒരു എന്ത് പറയുന്നത് വേറെ ഒരു രീതിയിലേക്കുമല്ല. നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങുന്നു, നിങ്ങളിത് യൂസ് ചെയ്യുന്നു. അങ്ങനെ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ കമ്പനി ഒരു ഓഫർ എന്ന രീതിയിൽ, അല്ല ഒരു ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരൊരു സന്തോഷം എന്ന രീതിയിൽ കമ്പനി നമുക്ക് കുറച്ച് ഓഫറുകളൊക്കെ തരുന്നുണ്ട്. അതാണ് ബെനിഫിറ്റ്സുകളായി നമ്മളോട് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ 3 തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ കമ്പനി തരുന്നുണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും എടുത്തു പറയാണ്, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ല, മറിച്ച് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്. അങ്ങനെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താൻ വേണ്ടി കമ്പനി എന്ത് ചെയ്യുന്നു, ആ ബിസിനസ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നു. 3 രീതിയിലാണ് സെൽഫ് പർച്ചേസ്, റീപർച്ചേസ്, പവർ ഇൻസെൻറ്റീവ്. ഇങ്ങനെ 3 തരത്തിലുള്ള ഇൻകം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. സെൽഫ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ കടയിൽ നിന്ന് പോയി വാങ്ങുമ്പോൾ അതിൻ്റെ കമ്പനിക്ക് ഒരു ലാഭം ലഭിക്കുന്നുണ്ട്. ആ ലാഭത്തിൻ്റെ 20% കമ്പനി നമ്മൾക്ക് സെൽഫ് പർച്ചേസ് എന്ന രീതിയിൽ നമുക്ക് തരുവാണ്. അത് നിങ്ങളൊരു ഹോട്ടലിൽ പോയി ചായ കുടിക്കുമ്പോഴാകാം, നിങ്ങളൊരു ബേക്കറിയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴാകാം, നിങ്ങളുടെ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങുമ്പോഴാകാം, നിങ്ങളുടെ വീട്ടിലേക്ക് തക്കാളിയും അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളും അല്ലെങ്കിൽ ക്യാബേജോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴാകാം, നിങ്ങളൊരു എന്ത് പറയുന്നത് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഫ്രോസൺ ഐറ്റംസ് നിങ്ങൾ വാങ്ങുമ്പോഴാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ പോയി ഒരു ഐസ്ക്രീം വാങ്ങുമ്പോഴാകാം. ഇവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്നൊരു വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം. അതിന് നിങ്ങൾ വേറെ പ്രത്യേകിച്ച് പൈസ വലിയ കാര്യമായിട്ടൊന്നും മുടക്കൊന്നും വേണ്ട. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്താണോ കടയിൽ പോയി വാങ്ങുന്നത് അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാണ് നമ്മൾ സെൽഫ് പർച്ചേസ് ഇൻകം എന്ന് നമ്മൾ വിളിക്കുന്നത്. വീണ്ടും നമുക്ക് റീപർച്ചേസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാം. ഇത് താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്കൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം 10 ലെവലുകളിലായി. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ, എൻ്റെ വീട്ടിലേക്ക് ഞാൻ അരിയും പയറും പഞ്ചസാരയും അല്ലെങ്കിൽ ഐസ്ക്രീമോ അല്ലെങ്കിൽ ബേക്കറിയിൽ പോയി ഒരു കേക്കോ അല്ലെങ്കിൽ എന്ത് പറയുന്നത് ചായക്കുള്ള സാധനങ്ങളോ പലഹാരങ്ങളോ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ എന്നെ ആരാണോ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് അവർക്ക് അതിൻ്റെ 12% കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ടാർഗറ്റും ഇവിടെ ഇല്ല. ഓക്കെ, നിങ്ങൾ ആളുകളെ ചേർക്കണം, അല്ലെങ്കിൽ ഒരു മാസം ഒരാളെ ചേർക്കണം, ഒരു വർഷത്തിലൂടെ ഇങ്ങനെയുള്ള ഒരു പരിപാടികളും ഇവിടെ ഇല്ല. ഇപ്പോൾ റീപർച്ചേസ് എന്ന രീതിയിലൂടെ കമ്പനിക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ, വിശ്വസ്ത എന്ന കമ്പനിക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ 30% 10 പേരിലേക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക കമ്പനി. ഇതാണ് റീപർച്ചേസ് എന്ന സിസ്റ്റത്തിലൂടെ നമുക്ക് വരുന്നത്. വീണ്ടും എങ്ങനെയാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു പർച്ചേസ് ഇവിടെ നടക്കുമ്പോൾ ആരാണ് ഈ ഷോപ്പ് ഈ ഒരു കമ്പനിയുമായിട്ട് ലിങ്ക് ചെയ്ത് അയാളെ നമ്മൾ ഫ്രാഞ്ചൈസി എന്ന് വിളിക്കുന്നു. എന്നാൽ 1 രൂപ പോലും ഈ ഷോപ്പുകാരൻ കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് അവരുടെ കടകൾ ലിങ്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൻപുറത്തുള്ള കടകളിൽ പോയി നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാം, വിശ്വസ്ത എന്നൊരു കമ്പനി ഇവിടെ ഉണ്ട്, ഈ കമ്പനി നിങ്ങളുമായി ലിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ആളുകൾ അവിടെ ലഭിക്കും. അതൊരു ബേക്കറി ആയിക്കൊള്ളട്ടെ, ഒരു എന്താ പറയുക, ഒരു ഹോട്ടൽ ആയിക്കൊള്ളട്ടെ, ഒരു പച്ചക്കറി കട ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു പലചരക്ക് കട ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സ്വർണ്ണക്കട ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഫർണിച്ചർ ഷോപ്പ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, 1 രൂപ പോലും, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. റീപർച്ചേസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാണ്. 1 രൂപ പോലും ഈ കടക്കാരൻ കമ്പനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഒരു ബേഡൻ വരില്ല. അതായത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്ത് കൊണ്ട് കാശിട്ട് എന്ന് ഒരാൾ നിങ്ങളോട് പറയൂല. അതല്ലേ ഏറ്റവും വലുത്, അല്ലേ? ഏറ്റവും വലിയൊരു കാര്യം അതല്ലേ? അത് നമുക്കറിയാം, ഒത്തിരി കമ്പനികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഇവിടെ
₹1 പോലും മുടക്കാതെ ഈ ഒരു ഷോപ്പുകാരൻ നമ്മുടെ ഷോപ്പുമായിട്ട് ലിങ്ക് ചെയ്യാം. ഇനി അവിടെ മറ്റൊരു ഇൻകം കൂടെ വരുന്നുണ്ട്. നിങ്ങൾ ഒരു 10 കട, നിങ്ങളുടെ നാട്ടിലെ 10 നിങ്ങൾക്ക് അറിയാവുന്ന, നേരിട്ട് അറിയാവുന്ന ആളുകളാണ്. ആ ആളുകളോട് നിങ്ങൾ പറയണത് വിശ്വസ്ത എന്നൊരു കമ്പനി ഉണ്ട് കേട്ടോ. ആ കമ്പനിയിൽ നിങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നോ ആ ആളുകൾ വീണ്ടും വീണ്ടും ഇവിടുന്ന് വാങ്ങിക്കും. കാരണം അവിടെ ഒരു വിലക്കുറവും കിട്ടുന്നുണ്ട്, ആളുകൾക്ക് വീണ്ടും ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്, അവർ വീണ്ടും വീണ്ടും ഇവിടുന്ന് സാധനം വാങ്ങിക്കും എന്ന് നിങ്ങൾ പറയുമ്പോൾ അവർ ലിങ്ക് ചെയ്യുമ്പോൾ ഒരു പോലും മുടക്കുന്നില്ല. നിങ്ങൾ അവർക്കും കൊടുക്കുന്നില്ല, അവർ നിങ്ങൾക്കും തരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആ കടയിൽ നടക്കുന്ന സെയിലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണോ കമ്പനിയിലേക്ക് പോകുന്നത്, വിശ്വസ്തയിലേക്ക് പോകുന്നത്, അതിൻ്റെ 10% നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ₹1 നിങ്ങൾക്ക് അവിടെ ഷോപ്പുകാരന് കൊടുക്കുകയോ ഷോപ്പുകാരൻ നിങ്ങൾക്ക് തരികയോ ചെയ്യുന്നില്ല. അപ്പം നിങ്ങളുടെ ലൈഫ് ലോങ് ആണ്. 1 വർഷം, 2 വർഷം, 3 വർഷമല്ല. ആ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ ഒരു ടൗണിൽ എത്ര പേരാ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ അവിടെ നിന്ന് വിശ്വസ്തയിലേക്ക് എത്ര രൂപ പോകുന്നുണ്ട്, അതിൻ്റെ 10% നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവും? ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും പുതിയ ടെക്നിക്കുകളെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മാർഗ്ഗമാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത് എന്നുള്ളത്. വീണ്ടും നമുക്ക് പഴയ പോലെ തന്നെ നിങ്ങൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഓട്ടോമാറ്റിക്കലി അതിൻ്റെ 20% നിങ്ങൾക്ക് കിട്ടും. ഇനി റീപർച്ചേസ് എന്നില്ല, അതിൻ്റെ 30% ലഭിക്കും. അപ്പം 10, 20, 30 അല്ലേ, 60ആയി. ബാക്കി 40% ഇത് കമ്പനിയിലേക്ക് പ്രോഫിറ്റ് ആയിട്ട് പോകും. ആ പ്രോഫിറ്റുകളാണ് കമ്പനി ഓരോ ഓഫറുകളായിട്ട് ഇങ്ങനെ കമ്പനി കൊടുക്കുന്നത്. അവിടെ നമ്മൾ കമ്പനി ഇൻസെൻറ്റീവ് കൊടുക്കും, ഒരു പക്ഷേ ബോണസ് കൊടുത്തെന്ന് വരാം. അങ്ങനെ അത് കമ്പനിയുടെ വിവേചന അധികാരത്തിൽ വരുന്ന. അപ്പോൾ വേറെ ഒരു കാര്യമില്ല, വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ സാധാരണക്കാരും അസാധാരണക്കാരും ആൾക്കാരും അല്ലേ, അത് ഡോക്ടറാകാം, എഞ്ചിനീയർ ആകാം, കൂലിപ്പണിക്കാരനാകാം, ഒരു പണിയില്ലാത്തവരാകാം, എല്ലാവരും സാധനങ്ങൾ വാങ്ങിച്ചേ പറ്റുള്ളൂ, ഒന്നല്ലെങ്കിൽ വേറെ സാധനം വാങ്ങിച്ചിട്ടുള്ളൂ. ആ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ജനറേറ്റ് ചെയ്ത് കമ്പനിയുടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. മനസ്സിലായല്ലോ? അപ്പം ടോട്ടലി റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കമ്പനി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് കമ്പനി പ്രിവിലേജ് ഇൻകം പ്ലാനിലൂടെ നമുക്ക് ആ ഇൻകം തരുന്നത്. മൂന്നാമത് വേറൊരു ഏറ്റവും നല്ലൊരു വരുമാനം കൂടി കമ്പനി തരുന്നു, പവർ ഇൻസെൻറ്റീവ്. ഇത് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നു, ആ സാധനങ്ങളിലൂടെ മാത്രം നിങ്ങൾക്ക് അതിനകത്ത് വരുമാനം ലഭിക്കുന്നു. എന്നാൽ ഇവിടെ പവർ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ മറ്റൊരു വരുമാനം കൂടെ നമുക്ക് ലഭിക്കുകയാണ്. അത് ലഭിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളൊരു പ്രിവിലേജ് ഇൻകം പ്ലാനിൽ നിങ്ങൾ മെമ്പറായാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു വാച്ചോ, അല്ലെങ്കിൽ നിങ്ങളൊരു ബാഗോ, അല്ലെങ്കിൽ നിങ്ങളൊരു റിസോർട്ട് പാക്കേജോ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിയാൽ കമ്പനിക്ക് ലഭിക്കുന്ന ലാഭത്തിൽ നിന്നും അവരൊരു ഇൻസെൻറ്റീവ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അത് കമ്പനി ഇപ്പോൾ കമ്പനി തരുന്നത് 2 ആഴ്ച കൂടുമ്പോഴാണ്. അങ്ങനെ അത് കമ്പനി ഓരോ ആളുകളിലേക്കും ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് പ്രത്യേകിച്ച് ടാർജറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതിന് കമ്പനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം അവർ മാറ്റിവെച്ച് അതൊരു ഒരു രീതിയിൽ കമ്പനി ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ രണ്ടാമതൊരു ഇൻകം ഉണ്ട്, അതാണ് ഡയറക്റ്റ് റെഫറൽ ഇൻകം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബിസിനസ് പ്രൊമോട്ട് ചെയ്യണോ, നിങ്ങൾക്ക് കൂടുതൽ വരുമാന ആഗ്രഹമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. അത് പ്രൊമോട്ട് ചെയ്യുന്ന ഇങ്ങനെ വേറൊരു രീതിയിലൂടെ ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ വാഗമണിൽ ഒരു പാക്കേജ് എടുത്ത് നിങ്ങൾ അവിടെ പോയി ആ റിസോർട്ടിൽ നിങ്ങൾ 1 or 2 ദിവസം നിങ്ങൾ കുടുംബാംഗങ്ങളോടൊത്ത് താമസിച്ചു. നിങ്ങൾ നല്ല ഫോട്ടോ എടുത്ത് നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ ഇടുമ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, ഇത് എന്ത് സംഭവം, ഇത് നല്ല റിസോർട്ടാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, ദേ ഞങ്ങളോട് പോയി, അതിൻ്റെ പേര് ഇതാണ്, വി ഹോളിഡേയ്സ് ആണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്, വാഗ കോപ്പർ കാസ്റ്റിൽ നിന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ആ പാക്കേജ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് അവരുടെ പോയെന്ന് കരുതുക. അപ്പോൾ നമുക്കറിയാം ഇന്ന് കൊറോണയ്ക്ക് ശേഷം എല്ലാവരും ഒരു ഓപ്പണിംഗ് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവരോട് പോയി എന്ന് കരുതുക. അങ്ങനെ അവരോട് പോകുമ്പോൾ നിങ്ങളുടെ കെയർ ഓഫിലാണ് അവരോട് ചെല്ലുന്നത്. അങ്ങനെ നിങ്ങളുടെ കെയർ ഓഫിൽ അവിടെ ചെല്ലുമ്പോൾ അവരിൽ നിന്ന് കമ്പനി നിങ്ങൾക്കൊരു വരുമാനം നൽകാൻ നിങ്ങളാണ് അവരെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനെയാണ് ഡയറക്റ്റ് റെഫറൽ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങളൊരു നല്ല ബാഗ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഒരു നല്ല ബാഗ്, ഭാര്യയുടെ ബർത്ത്ഡേ വന്നു, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി വന്നു, ഒരു നല്ല വാനിറ്റി ബാഗ് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യുന്ന കരുതേ. അത് നല്ല ജെന്യൂൻ ലെതറാണ്. അത് വെച്ച് ഭാര്യ എവിടെയെങ്കിലും പോയി, അപ്പോൾ അവരത് കണ്ടു, അവർക്കും അതുപോലൊരു ബാഗ് വേണമെന്ന് പറയുന്നു. അവരത് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ വഴിയാണത് വന്നത്. അപ്പോൾ അവിടെ ഒരു ഡയറക്റ്റ് റെഫറൽ ഇൻകം എന്നൊരു സിസ്റ്റം നമുക്കവിടെ ഉണ്ട്. മൂന്നാമത് ലെവൽ ഇൻസെൻറ്റീവ് ഉണ്ട്. ഈ ഒരു സിസ്റ്റം കമ്പനി ഇങ്ങനെ പോകുമ്പോൾ കമ്പനി അതിനെ റീഅറേഞ്ച് ചെയ്യും, കമ്പനി അതിനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലൂടെ കൊണ്ടുവരും. അപ്പോൾ അതിന് ലെവൽ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ 3 തരത്തിലുള്ള വരുമാന മാർഗങ്ങളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഡയറക്റ്റ് റെഫറിലേക്ക് നമ്മൾ വരുമ്പോൾ ബേസിക് പാക്കേജിൽ 50 രൂപ, അതായത് നിങ്ങളൊരു നല്ല പെർഫ്യൂം അടിച്ചു,
നമ്മുടെ മെഹഫിഷിൻ്റെ പെർഫ്യൂം നിങ്ങൾ അടിച്ചു, നിങ്ങളുടെ ഒരു ഒരു ഫംഗ്ഷൻ നിങ്ങൾ പോയി, അവിടെ ആർക്കെങ്കിലും 1-2 പേർക്ക് ഇഷ്ടപ്പെട്ടു, അവരിത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അവിടെ 50 രൂപ നിങ്ങൾക്ക് സ്പോട്ട് ലഭിക്കും. ഇനി നിങ്ങളൊരു വെക്കേഷൻ പാക്കേജിനാണ് നിങ്ങൾ പോയത്, അല്ലെങ്കിൽ നിങ്ങളൊരു ബാഗ് വാങ്ങിച്ചു, അത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ ബാഗ് വാങ്ങിച്ചു, നിങ്ങളുടെ ഫ്രണ്ട് പോകുന്നത് വെക്കേഷൻ പാക്കേജാണ്, നോ പ്രോബ്ലം. അവരത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് 500 റുപ്പീസ് വൺ ടൈം ആയിട്ട് ലഭിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്, റെഫറൽ അല്ലെങ്കിൽ ഡയറക്റ്റ് റെഫറൽ എന്ന് പറയുന്നത്. ഇങ്ങനൊരു വരുമാനം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നു. ഇനി ലെവൽ ഇൻകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം കമ്പനി അഡാപ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ഈ ബിസിനസ്സിൽ വന്നു, എങ്ങനെയെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനോ അല്ല പൈസ ഉണ്ടാക്കാനോ എങ്കിലും ആയിക്കോട്ടെ, നമ്മൾ വന്നു, കമ്പനി അതിനെ അറേഞ്ച് ചെയ്യും. ഓരോ ലെവലുകൾ വരുമ്പോഴും 50 ലെവൽ വരുമ്പോഴും, അതായത് ഞാൻ ഒരാളെ കൊണ്ടുവന്നു, അല്ലെ എൻ്റെ കൂടെ ഒരു സെയിൽ വന്നു, അവർ വഴി വേറെ സെയിൽ വന്നു, ഇങ്ങനെ ഒരു 50 ലെവലിലേക്ക് വരുമ്പോഴും ആ കമ്പനി അറേഞ്ച് ചെയ്ത് നമുക്കൊരു ഇൻകം തരും. ആ ലെവൽ വരുന്നത് ഇങ്ങനെയാണ്. പ്രീമിയം പാക്കേജിലേക്ക് നമ്മൾ വഴി ഡയറക്റ്റ് ഒരാൾ പോകുന്നു, അവിടെ 750 രൂപയാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. കൂടാതെ ഡയറക്റ്റ് റെഫറലായിട്ട് 500 രൂപ, അങ്ങനെ 1250 രൂപ ഓൺ ദ സ്പോട്ടിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ഒരു മാസം കഴിഞ്ഞല്ല, ഒരാഴ്ച കഴിഞ്ഞല്ല, ഒരു ദിവസം കഴിഞ്ഞില്ല, സെയിം മൊമെന്റിൽ ഒരു ജോയിനിങ് വരുമ്പോൾ 1250 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് വരും. ഓക്കെ, ഇത് 50 ലെവൽ വരെ പോകും. 500, 200 എന്ന് പറഞ്ഞിട്ട് 50 ലെവൽ വരെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി അത് ബേസിക് പാക്കേജ് ഒക്കെ ആണെങ്കിൽ 75, 50 എന്ന് പറഞ്ഞുകൊണ്ട് അതും 50 ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾ അത് ചെയ്യുമ്പോൾ കമ്പനി നിങ്ങൾക്ക് വീണ്ടും ഒരു ഇൻകം കൂടി തരുന്നുണ്ട്. അതിൻ്റെ പേരാണ് റാങ്ക് സിസ്റ്റം. 3 ജോയിനിങ് വരുമ്പോൾ കമ്പനി നിങ്ങളെ ഗോൾഡ് എന്ന റാങ്കിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. ഇനി ആ ഗോൾഡ് അതിൻ്റെ 3 അല്ല ഇവിടെ വരുന്നത്, മറിച്ച് പ്ലാറ്റിനം എന്ന റാങ്കിലേക്ക് വരുമ്പോൾ അതിനും ഒരു പ്രത്യേക രീതിയിലാണ് കമ്പനി അവിടെ കൊണ്ടുവരുന്നത്. നമുക്ക് വീണ്ടും റാങ്കുകളുണ്ട്, പേൾ റാങ്ക് ഉണ്ട്. ഇവിടെ 4 ജോയിനിങ് ആണ് ഡയറക്റ്റ് വരുന്നത്. ആ 4 പേരിൽ 2 പേര് ഗോൾഡ് റാങ്കും 2 പേര് പ്ലാറ്റിനം റാങ്കിലേക്ക് ആകണം. ഇനി അടുത്തൊരു റാങ്കിലേക്ക് വന്നാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഡയമണ്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എന്നാൽ ഡബിൾ ഡയമണ്ടിലേക്ക് വരുമ്പം 3 ജോയിനിങ് ആണ് അവിടെ വരേണ്ടത്. എന്നാൽ എമറാൾഡിലേക്ക് വരുമ്പോൾ 2 ജോയിനിങ് വന്നാൽ മതി. ഇങ്ങനെ ഏകദേശം 12ഓളം റാങ്കുകൾ കമ്പനിയോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രിവിലേജ് ഇൻകം പ്ലാനിൽ. അങ്ങനെ 12ാമത്തെ റാങ്കിൽ വരുമ്പോൾ കമ്പനിയുടെ ടോട്ടൽ കമ്പനിയിൽ ലഭിക്കുന്ന ലാഭത്തിൻ്റെ 0.1% സ്പെഷ്യൽ ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ 10 വർഷത്തേക്ക് കമ്പനി എല്ലാവർക്കും കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു റാങ്കിങ് സിസ്റ്റം കൂടി അവിടെയുണ്ട്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ പിന്നീട് പഠിക്കാം. ഓരോ ജോയിനിങ് നടക്കണം, അല്ലെങ്കിൽ ഓരോ സെയിൽ കമ്പനി നടക്കുമ്പോഴും കമ്പനി അതിൻ്റെ ലാഭത്തിൽ നിന്നും ഇങ്ങനൊരു എമൗണ്ട് മാറ്റിവെച്ച് ഓരോ റാങ്കിലേക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഇൻകം കമ്പനി അവിടെ നമുക്ക് തരുന്നത്. ഇനി വീണ്ടും കമ്പനി മറ്റൊരു സിസ്റ്റം കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 10,000 രൂപയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ 12,000 രൂപയില്ല, നോ പ്രോബ്ലം, നിങ്ങൾക്ക് 1200 രൂപയിലേക്ക് നിങ്ങൾക്ക് വരാം. ഈ 1200 രൂപ നിങ്ങൾ ജോയിൻ ചെയ്തു, ഒരു നല്ല പെർഫ്യൂം വാങ്ങി നിങ്ങളത് യൂസ് ചെയ്തു. ചില ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി പൈസ ഒന്നും നോക്കാനില്ല, കാരണം അതിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾക്കൊരു 1200 രൂപ നിങ്ങൾ മുടക്കുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പെർഫ്യൂം വാങ്ങുന്നു. അങ്ങനെ ആ പെർഫ്യൂം വാങ്ങുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് വരും അല്ലേ. അപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു 10 പേര് ജോയിൻ ചെയ്ത് കൂടിക്കും. 10 പേര് ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ സമയമെടുത്ത് 10 പേര് ജോയിൻ ചെയ്യുമ്പോൾ 10 ജോയിനിങ് വന്നാൽ നിങ്ങളെ സ്റ്റാർ എന്നൊരു ക്ലബിലേക്ക് നമ്മൾ മാറ്റും. ഈ സ്റ്റാർ എന്ന ക്ലബിലേക്ക് നിങ്ങൾ മാറും. അങ്ങനെ 10 സ്റ്റാർ നിങ്ങളുടെ കെയർ ഓഫിൽ വന്നാൽ നിങ്ങൾ 2 സ്റ്റാർ എന്ന ക്ലബിലേക്കാവും. അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ 10 2 സ്റ്റാർ നിങ്ങളുടെ സ്പോൺസർഷിപ്പിൽ വന്നാൽ നിങ്ങൾ 3ാമത്തെ റാങ്കിലേക്ക് മാറുകയാണ്. അതിന് 3 സ്റ്റാർ എന്ന് പറയും. ഇനി അവിടെ നിന്ന് വീണ്ടും ഇതുപോലെ 10 3 സ്റ്റാർ നിങ്ങളുടെ ഡയറക്റ്റ് സ്പോൺസറായിട്ട് വരുവാണ്. അപ്പോൾ നിങ്ങൾ 4 സ്റ്റാറിലേക്ക് പോകും. ഇനി 10 4 സ്റ്റാർ നിങ്ങൾക്കുണ്ട്, നിങ്ങളടുത്ത് 5 സ്റ്റാറിലേക്ക് 5 സ്റ്റാർ ക്ലബിലേക്ക് നിങ്ങൾ വരും. ബിലീവ് മീ, ഒരു കാര്യം ഞാൻ അടിയുറപ്പിച്ച് പറയാം, ഈ ഒരു റാങ്ക് ഇത് പെട്ടെന്നാകാം. 1ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാർ എന്ന റാങ്ക് പെട്ടെന്നാകാം. 2ാമത്തെ റാങ്കും അല്പം പെട്ടെന്നാകാം. എന്നാൽ 3ാമത്തെ റാങ്ക് ഇത് അത്ര പെട്ടെന്നാകാൻ പറ്റൂല, ഇത്തിരി സമയമെടുക്കും. ഇവിടെ മുതലാണ് ശരിക്കും നിങ്ങളുടെ ഇൻകം നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കൈ നിറയെ വരുമാനം കിട്ടുന്ന ഒരു റാങ്കിങ് സിസ്റ്റമാണ് ഈ പറഞ്ഞ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഒത്തിരി പൈസ ഒന്നും മുടക്കണ്ട, വെറും 1200 രൂപ മുടക്കി. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾ കോളേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടമ്മ ആയിക്കോട്ടെ, ഒരു 1200 രൂപ നിങ്ങളുടെ എടുക്കാനുണ്ടാവില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളൊരു 10 പേരോട് നിങ്ങൾ ബിസിനസ് പറയുന്നു. കുടുംബശ്രീയിൽ നിങ്ങൾക്കിത് പറയാം, നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പോയി പറയാം, നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് പോയി പറയാം, നിങ്ങളോട് വർക്ക് ചെയ്യുന്നുണ്ട് പോയി പറയാം, അല്ലേ?
ആ 10 പേരും ഇതുപോലെ തന്നെ പറയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് സ്റ്റാറിലേക്ക് വന്നു, 2 സ്റ്റാറിലേക്ക് നിങ്ങൾ വന്നു, അങ്ങനെ 3 സ്റ്റാറിലേക്ക് നിങ്ങൾ വന്നാൽ 3 സ്റ്റാറിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്കൊരു നല്ല ഒരു വരുമാനം റാങ്ക് ഇൻകം എന്ന രീതിയിലൂടെ വരും. ആ ഒരു രീതിയിലാണ് കമ്പനീനെ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു പക്ഷേ പ്രിവിലേജ് ഇൻകത്തിൽ കിട്ടുന്നതിൽ കൂടുതൽ റാങ്ക് ഇൻകം ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു റാങ്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കാം. ഇതിനൊപ്പം മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട്. നിങ്ങളൊരു 5 സ്റ്റാറിലേക്കൊക്കെ വരുന്നു, വേണ്ട 3 സ്റ്റാർ തന്നെ നിൽക്കട്ടെ. 3 സ്റ്റാറിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഒരു നല്ല ടീം നിങ്ങളുടെ കൂടെയായി, അറിഞ്ഞോ അറിയാതെയോ. അവരെല്ലാവരും ബിസിനസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവർക്കും അവരുടെ വീട്ടിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കണം, അല്ലേ? അവരുടെ വീട്ടിൽ വല്ലപ്പോഴും വിരുന്നുകാർ വരും, അപ്പോൾ അവർക്കൊരു കേക്ക് വാങ്ങിക്കണം, അല്ലേ? അവരുടെ വീട്ടിൽ അവരുടെ മക്കള് ചായ കുടിക്കാൻ നേരത്തെ ഇടയ്ക്കൊരു പപ്സൊക്കെ കഴിക്കുന്നവരാവും, വേണ്ടേ? ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പാല് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ബേക്കറി പോയി ഒരു 10,000 രൂപ മുടക്കുമ്പോൾ അതിൻ്റെ ഒരു വരുമാനം നമുക്ക് ലഭിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 1000 പേര് അവരുടെ വീടുകളിലേക്ക് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 1000 × 10 എത്രയായിരിക്കും? ചുരുങ്ങിയതൊരു 10,000 രൂപ ഒന്നും അറിയാതെ നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും വരുന്നൊരു സിസ്റ്റം. ഇതാണ് റീ പർച്ചേസ് സിസ്റ്റം. ബേസിക് റാങ്കിലൂടെ നിങ്ങൾക്ക് വരികയും ചെയ്യും. അങ്ങനെ വീണ്ടും 4 സ്റ്റാർ എന്ന രീതിയിലേക്ക് വരുന്നുണ്ട്, 5 സ്റ്റാർ ഉണ്ട്. അങ്ങനെ നിരവധിയായ രീതിയിൽ കമ്പനി ഇതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കമ്പനി ഒരു വരുമാനം ഓരോ ലാഭവിഹിതത്തിൽ നിന്നും കമ്പനി ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 രൂപ വെച്ച് ഓരോ റാങ്കിലേക്കും കമ്പനി ഇടും. അങ്ങനെ കൈ നിറയെ വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റമാണ് കമ്പനിയോട് അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞില്ല, 2 റാങ്ക് സിസ്റ്റം മാത്രമേ ഉള്ളൂ. ഇനി പ്രിവിലേജ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു 30 പേർക്ക് കമ്പനി വീണ്ടും ഒരു റാങ്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ കമ്പനിയുടെ ലാഭവിഹിതം കമ്പനി കൊടുക്കുന്നുണ്ട്. TAD കൊടുക്കുന്ന ഇൻസെൻറ്റീവ് ആട്ടോ, TADA കമ്പനി കൊടുക്കുന്നുണ്ട്. പെർഫോമൻസ് അനുസരിച്ച് അവരെ അടുത്ത റാങ്കിലേക്ക് അടുത്ത ക്ലബിലേക്ക് അവരെ മാറ്റുന്നുണ്ട്. അവിടെയും TADAയും ഇൻസെൻറ്റീവും ഒക്കെ കിട്ടുന്നുണ്ട്. വീണ്ടും ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് ഇങ്ങനെ അരിച്ചരിച്ചെടുത്ത് കറതീർന്ന ഒരു 10 ലീഡേഴ്സിനെ കമ്പനി ഇവിടെ എടുക്കുകയാണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള 10 പേരെയാണ് കമ്പനി ഇവിടെ എടുക്കുന്നത്. കഴിവുള്ളവർ, ആദ്യം ജോയിൻ ചെയ്തവരാണെന്ന് നിർബന്ധമൊന്നുമില്ല. കഴിവുള്ള 10 പേരെ ഇങ്ങനെ എന്ത് പറയുന്നത്, നമ്മൾ വെട്ടിയൊരുക്കി അവരെ ഇങ്ങനെ നല്ല നല്ല സെറ്റപ്പ് ആക്കി അവരെ കൊണ്ടുവന്നവരെയാണ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇവരാണ് ഈ കമ്പനി റൺ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഏകദേശം 20, ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ കൊടുക്കുന്നപ്പോഴായിരുന്നു, ഏകദേശം 20-ന് മുകളിൽ വരുമാനം നിങ്ങൾക്ക് ഈ ഒരു വരുമാനം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കാം. അത് വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ 1-2 പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വരാം. കൂടാതെ നമുക്ക് ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമുക്കുണ്ട്. ഇവിടെ ഈ കമ്പനിക്ക് കൃത്യമായ രീതിയിലുള്ള പ്രോജക്റ്റുകളിലൂടെയും പ്രോഡക്റ്റുകളിലൂടെയും സഞ്ചരിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ വളരെ നല്ല ഒരു ഓൺഗോയിങ് പ്രോജക്റ്റാണിത്. വീണ്ടും നമ്മുടെ വി സ്റ്റോർ എന്ന ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു, ഷോപ്പുകളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ അത് വരുന്നു. അപ്പോൾ അത് നമുക്ക് ഉടനെ തന്നെ വരികയാണ്. അതിനുശേഷം അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ 3ാമത്തെ പ്രോജക്റ്റ് നമ്മൾ വരികയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ആളുകൾക്ക് പൈസ കൊടുക്കുന്നതെന്ന് പലർക്കും ഒരു സംശയമുണ്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ പൈസ കൊടുക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റുകളിലൂടെ, അല്ലാണ്ട് ഇവിടെ കിട്ടുന്നിടത്ത് അവിടെ കൊടുക്കുകയും അവിടെ കിട്ടുന്നിടത്ത് അപ്പുറം കൊടുക്കുകയും ചെയ്യുന്ന സിസ്റ്റമല്ല നമ്മൾ ചെയ്യുന്നത്. മറിച്ച് പ്രോജക്റ്റുകളിലൂടെ നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോടെ ആണ് നമ്മുടെ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പാർട്ട്നേഴ്സിനും നമ്മളൊരു വരുമാനം കൊടുക്കുന്നത്. ഇനിയും നമുക്ക് 3 ഇയർ പ്രോജക്റ്റുകളുണ്ട്. ഏകദേശം 27ഓളം പ്രോജക്റ്റുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു രാത്രി നിങ്ങൾ എന്നെ കേട്ട് മുൻപിലിരിക്കുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. ഒരു പക്ഷേ നിങ്ങൾ ഇതുപോലുള്ള ഒത്തിരി കമ്പനികൾ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഒത്തിരി കമ്പനികൾ കേട്ടിട്ടുണ്ടാകാം. ഞാനും ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഇതിനുള്ള കൺസെപ്റ്റ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ജനങ്ങൾക്ക് വേണ്ടി എന്താണ് അവർക്ക് ആവശ്യമെന്നും എന്ത് ചെയ്യരുത് അത് മാറ്റി നിർത്തിക്കൊണ്ടും നമുക്ക് ആവശ്യമായ കാര്യങ്ങളോട് മാത്രം ചെയ്യുന്ന ഒരു കമ്പനിയെ നമുക്കിന്നറിയാം. കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഒത്തിരി കമ്പനികൾ ഇതുപോലെ ഉണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ വെറും 1200 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ രാത്രി ഒരു പക്ഷേ നിങ്ങൾ ഈ മുടക്കി ഒരു 45 മിനിറ്റ്സ് ഒരു പക്ഷേ നിങ്ങൾക്ക് വേസ്റ്റായി മാറാം. കാരണം നിങ്ങൾ പറയും, ഒരു ചെറിയൊരു പ്രസംഗം കേട്ടു എന്ന് വേണേൽ പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളത് ചിന്തിച്ചു നോക്കി നിങ്ങളോട് ആരാണോ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് അവർക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിട്ടാണ്, അല്ലേ? നിങ്ങളെ താല്പര്യമുണ്ടായിട്ടാണ് അവർ ഈ ബിസിനസ് നിങ്ങളോട് പറഞ്ഞത്.
അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു കാര്യം മുഖവിലക്കെടുത്ത് ഇതെന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കമ്പനികളുണ്ട് ഇന്ന് കേരളത്തിലൊക്കെ ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. എന്നാൽ എന്താണ് ആ കമ്പനിയും ഈ കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ആദ്യമേ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങളെ ആരാണോ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് അവരോട് പറയുക, യെസ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ട്, നമുക്കൊന്ന് ഒന്നിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതൽ കമ്പനിയിൽ ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ അറിയാവുന്ന ആരാണ് അവരെ കൂടെ വിളിക്കുക, നമുക്ക് ഒരുമിച്ചിരിക്കാം എന്ന് പറഞ്ഞ് അവരോടൊന്ന് സംസാരിക്കുക. അപ്പോൾ അവർ നിങ്ങളോട് ഗൈഡ് ചെയ്യും ഇതെങ്ങനെയാണ് ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകേണ്ടതെന്ന്. അപ്പം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ആരാണോ നിങ്ങളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് അവരുടെ കൂടെ ഇരിക്കുക, അവർ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. വീണ്ടും ഒരൊറ്റ കാര്യം കൂടെ പറയാനുള്ളത്, ഒരു പക്ഷേ നിങ്ങൾക്ക് വീണ്ടും തോന്നാം, ഇത് ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, ഇതൊന്നും വർക്കൗട്ട് ആവൂല അല്ലേ. എന്നാൽ ഇവിടെ ഞാൻ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ഇതിനു വേണ്ടി ഓടി നടക്കൊന്നും വേണ്ട. ഒരാളെ പോലും നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിലും, ഒരാളോട് പോലും നിങ്ങൾ ഈ ബിസിനസ് പറഞ്ഞില്ലെങ്കിലും, നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു വരുമാന മാർഗത്തെ പറ്റിയാണ് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും നിങ്ങളോട് ഈ ബിസിനസ് പറഞ്ഞ ആൾക്കാരെല്ലാം ജീവിത വിജയത്തിലേക്ക് വഴി നടക്കുന്നവരാണ്, കൈ നിറയെ വരുമാനം വാങ്ങിക്കുന്നവരാണ്, ഇപ്പം നിലവിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ കൂടെ ചേർന്ന് നമുക്കും അവരോടൊപ്പം ചേർന്ന് നല്ലൊരു വരുമാനത്തിലേക്ക്, നല്ലൊരു നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ ഒക്കെ കൈയെത്തി പിടിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി സഹായിക്കുമെങ്കിൽ തീർച്ചയായും അത് നല്ലൊരു കാര്യമല്ലേ. അപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.